നമ്മുടെ പണത്തിനും സ്വർണത്തിനും 100% മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ്. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, കൊടുവായൂർ റോഡ്, കുഴൽമന്നം, പാലക്കാട്. നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്നത് കടലാസിൽ ഒതുങ്ങുന്നു. ഒറ്റപ്പാലം നഗരസഭാ കോമ്പൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കുന്നു. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇവ കണ്ടം ചെയ്ത് വിറ്റാൽ നഗരസഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകും എന്ന് മാത്രവുമല്ല, പരിസര ശുചീകരണത്തിനും അത് സഹായിക്കും. നഗരസഭാ ജീവനക്കാരുടെയും നഗരസഭയിൽ എത്തുന്നവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം യഥേഷ്ടം ലഭിക്കുകയും ചെയ്യും. എന്നാൽ നഗരസഭ വെറും നോക്കുകുത്തിയായി മാറുകയാണ്. ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പലതവണ കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് കൗൺസിലർ ഗോപൻ ACV ന്യൂസിനോട് പറഞ്ഞു. അകത്തുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇത് ഞങ്ങളിവിടെ ഭരണസമിതി തുടങ്ങിയ കാലം മുതൽ ഞാനൊരു 2-3 കത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിൽ കിടക്കുന്ന ഈ വാഹനങ്ങൾ, സ്ക്രാപ്പിൽ കിടക്കുന്ന സാധനങ്ങൾ സ്ക്രാപ്പിന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അത്യാവശ്യം ഈ സ്ഥലം വൃത്തിയായി കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ തിരിച്ച് കണ്ടം ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇതിനെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നഗരസഭയ്ക്കകത്ത് ഒരുപാട് സ്ഥലം, ഈ മുടങ്ങി കിടക്കുന്ന സ്ഥലം നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ വരുന്ന ജീവനക്കാരുടെയും കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാഹനങ്ങൾ പലതും പുറത്തും ഇവിടെ മൊത്തം മുൻവശത്തൊക്കെ നിർത്തിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നഗരസഭയുടെ തന്നെ വാഹനങ്ങൾ ഇതിനകത്തേക്ക് മാറ്റാൻ പറ്റും, ജീവനക്കാരുടെ വാഹനങ്ങൾ ഇതിനകത്തേക്ക് മാറ്റാൻ പറ്റും, നഗരസഭയുടെ മുഖച്ഛായ തന്നെ ഫ്രണ്ട് ഭാഗം മാറ്റാൻ പറ്റും. ഇവിടെ ഒരു കത്ത് 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ നഗരസഭയിട്ട് വന്നതിന് ശേഷം ഞാൻ കത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരു നിസ്സഹകരണ മനോഭാവമാണ് ഇതിന് ബന്ധപ്പെട്ടവർ കാണിക്കുന്നത്. ഇത് നാട്ടുകാരനെ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശുചിത്വത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെയൊക്കെ കുറിച്ച് വലിയ തോതിൽ വാചാലരാകുന്ന ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണാധികാരികൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുമ്പോൾ അവനവൻ്റെ സ്ഥാപനത്തിലിരിക്കുന്ന ചുറ്റുപാട് വൃത്തിയാക്കാതെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ഇതിൽ വലിയൊരു കാര്യമാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായൊരു നടപടി എടുക്കണം, അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹരിതകർമ്മസേനയെയും ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കവാടങ്ങൾക്ക് മുന്നിൽ എഴുതിവെച്ച സമത്വ കേരളം, സുന്ദര കേരളം എന്ന വാക്കുകൾ കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്ന പൊതുജനം അഭിപ്രായവും ശക്തമാണ്.